രാജ്യത്ത് സായുധ വിപ്ലവം നടത്താനും പാർലമെന്റ് തകർക്കാനും ഭരണഘടന കത്തിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ശ്രീ മുഹമ്മദ് അനസ് പി അയാൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കാനും ശക്തമായ അന്വേഷണം നടത്താനും പോലീസ് തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന വിവാദമായപ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോ അതിനകത്ത് 192 ആണ് വകുപ്പ് ചേർത്തിരിക്കുന്നത്. അതൊരു പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് ഗൗരവമായിട്ടുള്ള ഒരു വകുപ്പല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടനയാണല്ലോ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടനയിലെ 19(1) ഈ എല്ലാ വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ചും, അതായത് വാക്കാൽ, എഴുത്തിലൂടെ, ചിത്രത്തിലൂടെ, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് കൂടിച്ചേരാനും സംഘടന രൂപീകരിക്കാനും ഒക്കെ ഉള്ള അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതേ 19(2) കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ അഭിപ്രായ പ്രകടനങ്ങൾ അബ്സല്യൂട്ട് അല്ല, അത് ചില നിബന്ധനകൾക്ക് വിധേയമാണ്. എന്നിട്ട് അതേ വകുപ്പിൽ തന്നെ പറയുന്നു, ഇത് താഴെ പറയുന്നതിന് എതിരാണെങ്കിൽ നിയമവ്യവസ്ഥ നടപ്പിലാക്കണം, ഗവൺമെന്റ് ഇടപെടണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്, ഞാൻ നേപ്പാളിൽ പോയി, നേപ്പാളില് കല്ലെറിഞ്ഞു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു പൊതുക്രമത്തിനും ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ടും അതോടൊപ്പം തന്നെ സായുധ വിപ്ലവത്തിനും പോലീസിനെ ആക്രമിച്ച് ജീവച്ഛവമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊരു പറ്റിയ അവസരമാണ്. അപ്പൊ തീർച്ചയായിട്ടും 147 മുതൽ 152 വരെയുള്ള വകുപ്പുകൾ അനുസരിച്ച് അയാൾക്കെതിരായിട്ട് കേസെടുത്ത് ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാവണം, പോലീസ് തയ്യാറാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് നാളെ മറ്റൊരാളും അനുകരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റിനെ സംബന്ധിച്ചും നമ്മുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ചും പൗരന്മാരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ബോധവാന്മാരാക്കേണ്ട ബാധ്യത കൂടി ഈ മാധ്യമങ്ങൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ ഉള്ളതാണ്. അവരാണല്ലോ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അവര് ഇതിൽ നിന്ന് ഒളിച്ചോടി പുതുതലമുറയെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ വഴിതെറ്റിക്കുന്ന നിലപാടെടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അവിടെ ഫറൂഖ് പോലീസ് അതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് കണ്ടത്. പൊതുസമൂഹം മുഴുവൻ കേസെടുത്തു എന്ന് പറഞ്ഞപ്പോ അതിന് വലിയ കാര്യമായിട്ട് എന്തോ കേസെടുത്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഫറൂഖ് പോലീസ് അത് വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇന്നിപ്പോ NIAക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് അവിടെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തുന്നത് രാവിലെ. ഈ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ലാഘവത്തോടുകൂടി ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയും അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പരിഹസിക്കുകയും തീരെ നിവൃത്തിയില്ലാതാവുമ്പോൾ മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഭിപ്രായം പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ ചോദ്യം ചെയ്യാം, അതിനെ പരിഹസിക്കാൻ വേണ്ടി പാടില്ല. മാത്രമല്ല, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അത് സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സും ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും നിയമത്തിന്റെ കീഴിൽ ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാര് ഒരു റോഡ് ബ്ലോക്ക് ചെയ്താൽ നമ്മൾ കേസെടുക്കുമല്ലോ. കേസെടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ എങ്ങനെയാണ്, എന്താണോ കേസ് അതിനകത്ത് ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ കുറ്റം സംബന്ധിച്ച് ഫൈൻ അടക്കും, അല്ലെങ്കിൽ കേസ് നടത്തും. ഇതാണല്ലോ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഗുരുതരമായിട്ടുള്ള ഇത്തരം തെറ്റുകൾ സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാൽ അതിന് എന്താ പറയുന്നത്, ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് കേസെടുക്കാം. കാരണം ഇത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കുന്ന അതിനെ തെറ്റിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം കൂടെ ഉണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, വി.ഡി. സതീശൻ ഡൽഹിയിൽ സമരത്തിന് പോയ ആളല്ലേ? പക്ഷെ പരമ്പള്ളി നഗരയിൽ വേഗന്റെ നേതൃത്വത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തപ്പോൾ കേസെത്തില്ലേ? രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഞങ്ങൾക്ക് നിയമവാദമല്ല, പറഞ്ഞത് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പരിപാടിയൊന്നും ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഇതിന്റെ ഗൗരവം അനുസരിച്ച് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകണം എന്ന് പോലീസിനോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ടി.ജി. മോഹൻദാസിന്റെ പരാമർശത്തില് ഭാരതത്തിൽ കേസെടുക്കുന്നുണ്ടല്ലോ, ഇത് സമാന രീതിയിൽ തന്നെയല്ലേ? അതും ഒരു ഡിഫർമേറ്ററി ആണ്. സമാധാനം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരത്തിൽ ഇതും കേസെടുത്ത് പോകണം തന്നെയാണ്. കേസിന്റെ ഗ്രാവിറ്റി ഒക്കെ അത് പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് നമ്മൾ അത്തരം പ്രവണതകൾ നടത്തുന്ന ആർക്കും ഞങ്ങൾ ആരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല.